യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുന്ന കീഴ്വഴക്കം കോൺഗ്രസിലില്ലെന്ന പരോക്ഷ സൂചനയുമായി രമേശ് ചെന്നിത്തല 2021 പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ മുഖ്യമന്ത്രിയായി ആരും ഉയർത്തിക്കാട്ടിയില്ലല്ലോ എന്നായിരുന്നു ചെന്നിത്തല ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണം. ഒരു ലീഡർ വേണം, എപ്പോഴും ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അത് ഗുണകരമായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാത്തതും അങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതും? സാധാരണഗതിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ എന്ത് വേണമെന്നുള്ള പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. അല്ല, എന്താണ് സാധാരണഗതിക്കും അപ്പുറമായിട്ട് ഞാൻ പറഞ്ഞ ഘടകമാണ്. അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നേതാവിനെ തീരുമാനിക്കുന്നത്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. സാധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലം എല്ലാം നോക്കുമ്പോൾ എനിക്കൊരു വലിയ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും ഒരു 82 കാലഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. അത് തുടരണം എന്നുണ്ടോ അങ്ങ് വരുമ്പോൾ? കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തില്ല. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ട്, ആരും എന്നെ പ്രൊജക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചില്ല, ശക്തമായി തന്നെ പ്രവർത്തിച്ചില്ല. പക്ഷെ കോവിഡ് ആയതുകൊണ്ടും ജനങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളതുകൊണ്ടും സർക്കാർ അന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ജനങ്ങൾക്ക് കോവിഡിൻ്റെ പേരിൽ കൊടുത്തതുകൊണ്ടുമാണ് നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത്. അതാണ് മെയിൻ കാരണം. ഞാൻ ചോദിച്ച പ്രൊജക്റ്റ് ചെയ്യണതിൻ്റെ മാത്രം കാര്യമല്ല, അങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചാൽ ആ പ്രതിപക്ഷ നേതാവ് ആരാണോ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും കണ്ടുവരുന്നത് അല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞാൻ തീരുമാനിക്കേണ്ടതല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പൊതുവെ ഒരു സമൂഹത്തിലുള്ള ഒരു ചർച്ചയാണ്, അത് താങ്കളും ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു കോൺഗ്രസിൽ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു അടിപിടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്തിനാണ് ആ തർക്കം? കാരണം 2026 ആദ്യം അധികാരത്തിൽ വരട്ടെ എന്നാണല്ലോ കോൺഗ്രസും UDFും ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ച അനവസരത്തിലുള്ളതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അനവസരത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആദ്യം വേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുക. പാവപ്പെട്ട പ്രവർത്തകൻ്റെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞ് അസംബ്ലി ജയിക്കുക. ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ലെന്ന് വിശ്വസിക്കുന്ന ആളെ. പക്ഷെ ആരാണ് ആ ചർച്ചയ്ക്ക് വളമൊരുക്കുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളല്ല വളമൊരുക്കുന്നത്, LDF അല്ല, CPM അതിൽ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നില്ല. മാധ്യമങ്ങളിലൂടെ അല്ല ഈ വാർത്തകളെല്ലാം വരുന്നത്. അതങ്ങനെയാണ്, അവരുടെ ജോലിയാണ്, അവർ ചെയ്തോട്ടെ. അതങ്ങനെയല്ല. മാധ്യമങ്ങളിലൂടെ ഇത് വരുവാനുള്ള കാരണം എന്താണ്? അത് നീ തീരുമാനിക്കേണ്ടത് സ്വയം നേതാക്കൾ തന്നെയല്ലേ? അല്ല, വാർത്തകളൊക്കെ വരും, എല്ലാ കാലഘട്ടത്തിലും വാർത്ത വരും. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വാർത്തയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയാതെ പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഓൺ ചെയ്യുന്നു എന്ന കാര്യം കൂടിയുണ്ട്. 2021 അനാദരവ് കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയത്. തന്നെ മാറ്റിയിട്ടും കഴിഞ്ഞ 3.5 വർഷം പാർട്ടിക്കെതിരെ ഒരക്ഷരം പോലും താൻ മിണ്ടിയിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയേനെ. പാർട്ടി ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെ ചെയ്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഈ 2021 താങ്കൾ പറഞ്ഞു താങ്കളെ ആരും പ്രൊജക്റ്റ് ചെയ്തിരുന്നില്ല എന്ന്. അതിനുശേഷമുണ്ടായ ആ സംഭവ വികാസങ്ങളിൽ നിന്ന് താങ്കൾ ഇതുവരെ മോചിതനായിട്ടുണ്ടോ? താങ്കളുടെ സമീപകാലത്തെ പല അഭിപ്രായ പ്രകടനങ്ങളിലും അങ്ങനെ ഒരു സങ്കടം അക്കാര്യത്തിൽ നിഴലിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ അത് ചർച്ചയായിട്ട് കാര്യമില്ല. അതായത് 2021 എന്താണോ സംഭവിച്ചത് അത് താങ്കൾ മറന്നു കഴിഞ്ഞു? അല്ല, 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അൺസെർമോണിയസായി എന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഞാനൊരു തർക്കം ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. 4 വർഷവും ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത്, പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് മുമ്പുള്ള നേതാക്കന്മാരൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി തന്നെ ഈ പാർട്ടിയിൽ നിന്ന് താങ്കൾ തന്നെ പറഞ്ഞു ഒരു അൺസെറിമോണിയൽ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യം. അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് മനസ്സിനുള്ളിൽ. അത് പക്ഷേ താങ്കൾ അത് കണക്കിലെടുത്തില്ല, പാർട്ടിയിൽ അത് പ്രതിഫലിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി അതൊരു ആദരപൂർവ്വം തന്നെ താങ്കളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മുന്നണിയും പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ താങ്കൾ തന്നെ ആ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ താങ്കളെ ആദരിക്കണം എന്നുള്ളൊരു ആഗ്രഹം താങ്കളുടെ മനസ്സിലില്ലേ? അല്ല, എൻ്റെ പാർട്ടിയെ അതിനുശേഷം പാർട്ടി എന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും ഞാൻ ചെയ്തിട്ടുണ്ട്.
തമിഴ്നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനത് എന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി. ഗുജറാത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് സ്ക്രീനിങ് കമ്മിറ്റി ഞാനത് എന്നെ ഏൽപ്പിച്ച ദൗത്യം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ അവിടെ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പാർലമെൻറ്റ് ജയിച്ചു, അസംബ്ലി തോറ്റു. അപ്പോൾ അത് എൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്നെ കോർഡിനേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. പക്ഷേ ശരത് പവാറും ഉദ്ധവ് താക്കറേയും വിചാരിക്കുന്ന അവർ വിചാരിച്ചാൽ ജയിക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ ജയിക്കൂ. അവിടുത്തെ നേതാക്കന്മാരാണ്. എൻ്റെ ജോലി കോർഡിനേറ്റ് ചെയ്യാനുള്ളതാണ്. അതെൻ്റെ കഴിവ്. 10 മാസം വളരെ ആത്മാർത്ഥമായി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം ഞാനല്ലാണ്ട് പിണങ്ങി പാർട്ടിക്കെതിരെ സംസാരിച്ച് നിൽക്കുകയല്ല. ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും എൻ്റെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെയാണ് ഞാൻ ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൽ താങ്കൾക്ക് ഒരു ചുമതല വേണം. താങ്കൾക്ക് അങ്ങനെ ഒരു ചുമതല കിട്ടുന്നില്ല. അല്ല, എന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. നിങ്ങൾ എഴുതാത്ത പ്രവർത്തനം വായിക്കുന്നു. അല്ല, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള അവസരം പാർട്ടി ഏത് ചുമതല അല്ല, അങ്ങനെ പാർട്ടി എന്തുകൊണ്ട് വിശ്വാസത്തിൽ താങ്കളെ എടുക്കുന്നില്ല കേരളത്തിൽ? കേരളത്തിലൊരു വലിയൊരു ജോലിയല്ലേ നൽകേണ്ടത്? അതൊക്കെ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആർക്ക് എന്ത് ചുമതല കൊടുക്കണം. എനിക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ചുമതല ഞാൻ നിറവേറ്റും. അതാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിന്നെ ഇന്ന ചുമതല ഏൽപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 4 വർഷവും അച്ചടക്കത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലവരായിരുന്നു ഇവിടെ എന്തെല്ലാം കൗലാഹലം ഉണ്ടാക്കിയത്. യെസ്, അതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി രമേശ് ചെന്നിത്തല നടത്തുന്നു. 2011 UDF സർക്കാരിൽ മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കാൻ ധാരണയുണ്ടായിരുന്നുവെന്ന പരോക്ഷ സൂചനയാണ് രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും തനിക്കും മാത്രം അറിയാവുന്ന രഹസ്യം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഇക്കാര്യം താൻ ആത്മകഥയിൽ വ്യക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 2011 സർക്കാരിൽ രമേശ് ചെന്നിത്തല ആദ്യം ചേരാതിരുന്നതിനുള്ള കാരണം ഇതെന്നാണ് ചെന്നിത്തലയോട് അടുത്ത കേന്ദ്രങ്ങളുടെ നിലപാട്. സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷെ അങ്ങനെ അവസരം കൊടുത്ത് അവരെ കൊണ്ടുവന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത് നിലവിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ സമീപകാലത്തെ ഈ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ വിജയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് കൂടുതലും കണക്കാക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആ രീതിയിലുള്ള കടുംപിടുത്തങ്ങൾ പ്രയോഗിച്ചതുമൊക്കെ. ആ തോൽവി സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സമീപകാലത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തന്നെ നയിക്കട്ടെ എന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡ് പോകുമല്ലോ. അങ്ങനെയാണല്ലോ, ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണല്ലോ എപ്പോഴും പ്രയോറിറ്റി. അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ വരട്ടെ. ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കും. അതിനപ്പോൾ ആർക്കാ തർക്കമുള്ള ഇവിടെ? പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ ആരെ എതിർക്കാൻ പോകുന്നത്? ആരും എതിർക്കില്ല. ഈ ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുക്കുമെന്ന് എപ്പോഴും പറയുമ്പോഴും ഈ ഹൈക്കമാൻഡാണ് ഈ പൊല്ലാപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ 4 വർഷവും താങ്കൾക്ക് ഒരു പിണക്കവും എനിക്കില്ലാതെ ഞാൻ പാർട്ടിയിൽ എൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയല്ലോ എന്ന് പറയേണ്ടി വന്നത്. മറ്റൊരാളായിരുന്നുവെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും പ്രതികരിച്ചേനെ എന്ന്. അപ്പോൾ അവിടെ ഹൈക്കമാൻഡിനോട് തെറ്റുപറ്റിയത് കൊണ്ടല്ലേ 2021? അല്ല, ഇതിന് മുമ്പാണെങ്കിലും ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഞാൻ 2.5 വർഷം ചേർന്നില്ല. എനിക്ക് വേണമെങ്കിൽ ചേരാമായിരുന്നു. അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇതുവരെ പുറത്ത് പറയാത്തൊരു കാര്യം ഇപ്പോഴും പറയുന്നില്ല. അപ്പോൾ അധികാരമല്ല വലുത്. ഞാൻ ഒരിക്കലും അധികാരത്തിൻ്റെ പിന്നാലെ പോകാത്ത ഒരാളാണ്. എനിക്കെൻ്റെ ആവശ്യമില്ല. ഈ ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിനിടയിൽ ആകെ മന്ത്രിയായിരിക്കും ആദ്യം ഒരു 10 മാസവും 2.5 വർഷമാണ്. ഞാൻ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടിയ ചരിത്രം ഒരിടത്തും ആർക്കും പറയാൻ കഴിയില്ല. അതൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിനുവേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും. നാളെയാണ് ഞാൻ ചെയ്യും. ഞാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞ ഒരു വിവരം കൂടിയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകണമായിരുന്നുവെങ്കിൽ 2014 തന്നെ മുഖ്യമന്ത്രി ആകാമായിരുന്നു. അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ല, ആണോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അതൊരു രാഷ്ട്രീയ അവിടെയും ഇവിടെയും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ഞാൻ ആത്മകഥ എഴുതുമ്പോൾ പറയാം. അപ്പോൾ താങ്കൾ നിഷേധിക്കുന്നില്ല ഇത്? ഞാൻ ഒന്നും നിഷേധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ എന്തായാലും നിഷേധിച്ചു. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. കാരണം 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അവിടെ ഒരു 2014 കൂടി അവിടെ ഒരു അധികാരമാറ്റം ഉണ്ടാകാം എന്നുള്ള ഒരു വാക്കാൽ ധാരണയുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അത് ഞാൻ പറയും, ഒരു കാലത്ത് പറയും. ഞാൻ ഇപ്പോൾ അല്ല, എല്ലാവരോടും ഞാനതാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് പറയും. അപ്പോൾ അങ്ങനെ ഒരു എന്തുകൊണ്ട് 2.5 വർഷം ഞാൻ മന്ത്രിയായില്ല എന്നുള്ളത് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു നിഗൂഢമായ കാര്യമാണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പിന്നെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ ഞാൻ പറയാൻ തയ്യാറില്ല. അല്ല, അത് ഉമ്മൻചാണ്ടിയും താങ്കളും തമ്മിൽ മാത്രം നടന്ന ഒരു ആശയവിനിമയമാണോ? ശരി, വേറെ ജാതകത്തിന് ശരി. അപ്പോൾ എന്തായാലും താങ്കൾ ആ 10 വർഷം മുമ്പേ മുഖ്യമന്ത്രി ആകാമായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല.
അതാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം സസ്പെൻസ് നിലനിർത്തുകയാണ്. ഒപ്പം തന്നെ ആ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നില്ല. ജനകീയ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിലും ഇന്നും തനിക്ക് കഴിയുന്നുണ്ടെന്ന് കൂടി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. സർക്കാരിന്റെ അഴിമതിയും പാളിച്ചകളും തുറന്നു കാട്ടാൻ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെങ്കിലും ഒറ്റയാൾ പോരാട്ടം തുടരുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്.